തീർന്നുപോയ ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ കടയിൽ പോയിരുന്നു. ആവശ്യമുള്ള സാധനം ഒഴിച്ച് ബാക്കി എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ക്ലിപ്പ് ഒരു ഉദാഹരണം. ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു, കണ്ടപ്പോൾ തന്നെ വാങ്ങി. പിന്നെ അത് DIY ചെയ്ത് നോക്കാൻ വേറെ ക്ലിപ്പും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാർഡ് പോലത്തെ ഒരു കാർഡ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നു. ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു പാറ്റേൺ. പക്ഷെ നോക്കിയപ്പോൾ ഇതിൽ ഫുൾ മിനുക്ക്. ഞാൻ അവിടെ വെച്ച് കണ്ടില്ല. നമ്മൾ ഈ പണ്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒരു വള ഇടൂലേ, നാട്ടുകാരുടെ വീട്ടുകാരുടെ നമ്മുടെ മുഖത്ത് മൊത്തം അതിന്റെ മിനുക്കായിരിക്കും. അതാണ് എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. പിന്നെ ഐവറി ഷീറ്റ് വാങ്ങിച്ചു. പിന്നെ കുറച്ച് നാച്ചുറൽ ക്ലേ വാങ്ങിച്ചു. ഇത് എന്താവും എന്നറിയില്ല, ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയിട്ട് പറയാം. പിന്നെ അതിന്റെ കുറച്ച് ടൂൾസ് വാങ്ങി. പിന്നെ സാറ്റിൻ റിബൺ എനിക്ക് കുറെ നാളായിട്ട് വാങ്ങണം എന്നുണ്ടായിരുന്നു, എന്റെ കയ്യിലില്ല. അപ്പൊ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. എനിക്ക് ഭയങ്കര ക്രേസ് ആണ് ഇങ്ങനത്തെ ബോട്ടിൽസിനോട്. സാധാരണ ഹോമിയോ ഗുളികയുടെ ആ ബോട്ടിൽ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഇത് കണ്ടപ്പോൾ എന്തായാലും വാങ്ങി. പിന്നെയും മിനുക്ക്, ഇത് എന്തിനാണ് ഉപയോഗിക്കാൻ പറ്റാത്തത്? എന്തായാലും 2 ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ സാധനം ബോട്ടിലിന് വേണ്ടി ഞാൻ ഇത് വാങ്ങിയതാണോ അതിനകത്ത് കിടക്കുന്ന സ്റ്റാറിന് വേണ്ടി ബോട്ടിൽ വാങ്ങിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇഷ്ടപ്പെട്ടു, 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ വില കണ്ടുകൊണ്ട് മാത്രം വാങ്ങിയതാണ് ഈ ആലിഗേറ്റർ ക്ലിപ്പ്. ഇതിനാകെ 1 രൂപയുള്ളൂ. അത് 5 വാങ്ങി. പിന്നെ ഗ്ലൂഗൺ ഇല്ലെങ്കിലും ഗ്ലൂഗണിന്റെ സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് നന്നായിട്ടൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഇത് നല്ലതായിരിക്കും. പിന്നെ വേറെയും കുറെ അല്ലറ ചില്ലറ സാധനങ്ങൾ എന്തോന്നൊക്കെയോ വാങ്ങി. എനിക്ക് തോന്നുന്നു ആകെ അത്യാവശ്യം ഉണ്ടായിരുന്ന ഒരു സാധനം ഈ ഒരു പെയിന്റ് ആണ്. അത് വേണമായിരുന്നു, തീർന്നിരിക്കുമായിരുന്നു. പിന്നെ ബ്രഷ് വാങ്ങി. പിന്നെ ഈ സാധനം ഞാൻ പൗച്ചിന് വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ നല്ല നീളം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഉടുപ്പിന്റെ ഒക്കെ ബാക്കിൽ വെക്കുന്ന സിബാണെന്ന്. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ സാധനങ്ങൾ. ഇനി ഇതൊക്കെ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യും എന്നറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.